Hi all, welcome to the world of statistics. Today we are discussing PPA sampling without replacement. In the previous video, we already discussed the PPA sampling with replacement. അവിടെ PPA sampling with replacement എന്ന് പറയുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് in each draw നമ്മളൊരു യൂണിറ്റ് ഓരോ യൂണിറ്റ് സെലക്ട് ചെയ്യുമ്പോഴും we are actually put it in back. നമ്മൾ അത് വീണ്ടും തിരിച്ച് അതിലേക്ക് ഇടുകയാണ്. So there is no any change in the expectation or probability. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് വീഡിയോയും ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയുടെയും കാര്യം പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം എന്നതിന് പുറമെ ഈ ഡയറക്റ്റ് ഇക്വേഷൻസ് തന്നെ ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് കൂടുതലും. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വേഷൻസും അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ നൗ here we discuss PPA sampling without replacement. അപ്പോൾ എന്താണ് PPA sampling without replacement? PPA sampling without replacement. ഈ PPA sampling without replacement actually the probability change over each draw. ഓരോ ഡ്രോയിലും പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഓരോ ഡ്രോയിലും പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് പക്ഷെ വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ വി ആർ പുട്ട് ഇറ്റ് ബാക്ക് ദ സെലക്ടഡ് ബോൾസ് ഓർ സെലക്ടഡ് യൂണിറ്റ്സ്, അല്ലെ? നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിറ്റുകൾ തിരിച്ച് ഏണിലേക്ക് തന്നെ ഇടുന്നോണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ആ പോപ്പുലേഷനിൽ തന്നെ റീപ്ലേസ് ചെയ്യുന്നോണ്ട് അവിടെ പ്രോബബിലിറ്റി ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആവുമ്പോൾ നമ്മൾ എടുക്കുന്നതൊന്നും നോട്ട് പുട്ട് ഇറ്റ് ബാക്ക്, നമ്മൾ തിരിച്ചിടുന്നില്ല യൂണിറ്റുകൾ. സോ ഒബ്വിയസ്ലി പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ ഞാൻ ഇത് കൂടുതലായിട്ട് എന്താന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആ പ്രോബബിലിറ്റി ഒന്ന് പറയാം. സോ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് യൂണിറ്റ്സ് in the first draw is equal to, that is Pi is equal to xi by x. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റി തന്നെയാണ്. അത് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ഫസ്റ്റ് ഡ്രോ പെർഫെക്റ്റ്ലി സെയിം ആയിരിക്കുമല്ലോ. ഇനി രണ്ടാമതായിട്ട് പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് യൂണിറ്റ്സ് in the second draw is equal to Pj by 1 minus Pi. ഇതാണ് സെക്കൻഡ് റോയിൽ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ ഇങ്ങനെ ഇൻ ഈച്ച് ഡ്രോൺ ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള ഒരു സംഭവം. പ്രോബബിലിറ്റി വിൽ ചേഞ്ച്. സോ ഒബ്വിയസ്ലി എക്സ്പെക്ടേഷൻ ഓൾസോ ചേഞ്ചസ്, അല്ലെ? അതായത് ഓരോ i ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു എന്നിനും ഓരോ i ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു എന്നിനും ഈ എക്സ്പെക്ടേഷൻ ഓഫ് yi ബൈ പി ഐ എന്തായിക്കൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ yi ബൈ എൻ പി ഐ, എൻ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ടേഷൻ അകത്തത് കാണിക്കാത്തത്. ബിക്കോസ് ആ എൻ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ നിൽക്കും. എക്സ്പെക്ടേഷൻ ഓഫ് yi ബൈ പി ഐ ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അത് സക്സസീവ് ഡ്രോസ്, ഓരോ ഡ്രോയ്ക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈസ് ചേഞ്ച് with the successive draws. അത് ഓരോ ഡ്രോയ്ക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. i ഈക്വൽ ടു 1 to n, ഐയുടെ വാല്യൂ 1 മുതൽ n വരെ മാറുമ്പോൾ ആ ഓരോ എന്നുകൾ മാറുന്നതിനനുസരിച്ചും എക്സ്പെക്ടേഷൻ വിൽ ചേഞ്ച് ഓവർ ഡ്രോസ്. അപ്പോൾ ദിസ് മേക്സ് കോംപ്ലക്സിറ്റി ഇൻ ദാറ്റ് പ്രോബബിലിറ്റി. ഇത് ആ പ്രോബബിലിറ്റിയിൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാക്കും. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ എക്സ്പെക്ടേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ yi ബൈ എൻ പി ഐക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊവൈഡ് ദ അൺബാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. അപ്പൊ അൺബാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് മാറും. അപ്പൊ ഓരോ ഡ്രോയ്ക്കും ഈ എക്സ്പെക്ടേഷൻ മാറിയാൽ പ്രോബബിലിറ്റി മാറും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ എന്നുള്ളത് ചേഞ്ച് ആവും. ബിക്കോസ് yi ബൈ എൻ പി ഐക്ക് മാത്രമേ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഡിഫിക്കൽട്ടി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും?
ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡ്രോസ് ചെയ്യുമ്പോഴും ഒരു പുതിയ വേരിയേറ്റ് നമ്മൾ ആഡ് ചെയ്യും. വി അസോസിയേറ്റ് എ ന്യൂ വേരിയേറ്റ്. ഒരു പുതിയ വേരിയേറ്റ് നമ്മൾ ഓരോ ഡ്രോയ്ക്കും ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓരോ ഡ്രോയിലും നമ്മൾ ഒരു പുതിയ വേരിയേറ്റിനെ ആഡ് ചെയ്യും. So to overcome this difficulty, of changing expectation with each draw, we associate a new variate with each draw. ഓരോ ഡ്രോയിലും ഒരു പുതിയ വേരിയേറ്റ് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. എന്തിനാ? ഈ എക്സ്പെക്ടേഷൻ ഈക്വൽ ടു ദ പോപ്പുലേഷൻ വാല്യൂ ഓഫ് ദ വേരിയേറ്റ് അണ്ടർ സ്റ്റഡി. ഈ എക്സ്പെക്ടേഷനെ പോപ്പുലേഷൻ വേരിയേറ്റിന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എസ്റ്റിമേറ്ററുകൾ എടുക്കുമ്പോൾ, അപ്പൊ നമ്മൾ ഓരോ ഡ്രോയിലും ഒരു പുതിയ വേരിയേറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഒരു എസ്റ്റിമേറ്ററെ ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പോ ഈ estimators, these estimators taken into account the order of the draw. They are called ordered estimators. അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെക്ടേഷൻ ചേഞ്ച് ചെയ്യുന്നുള്ള ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ വേരിയേറ്റിനെ ആഡ് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന എസ്റ്റിമേറ്റേഴ്സ് ഓരോ ഡ്രോയുടെയും ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ആ അൺബയാസ്നെസ്സിനെ ഇത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഓർഡർ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെയാണ് ബേസിക്കലി ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ PPS വിത്ത് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ് PPS വിതൗട്ട് റീപ്ലേസ്മെന്റ് പറയുമ്പോൾ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രോബബിലിറ്റീസ് ചേഞ്ച് ചെയ്യും, അപ്പൊ എക്സ്പെക്ടേഷൻ ചേഞ്ച് ചെയ്യും. പക്ഷേ വിത്ത് റീപ്ലേസ്മെന്റിനേക്കാളും എപ്പോഴും എഫിഷ്യന്റ് ആയത് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്, അപ്പൊ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് വിതൗട്ട് റീപ്ലേസ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Desraj ഓർഡേർഡ് എസ്റ്റിമേറ്റർ ആണ്. Desraj ഓർഡേർഡ് എസ്റ്റിമേറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓർഡേർഡ് എസ്റ്റിമേറ്റർ. ഇത് ബേസിക്കലി രണ്ട് കേസിൽ പറയാം. ഒന്ന്, രണ്ട് സാമ്പിൾ വാല്യൂസ് n ഈക്വൽ ടു 2, രണ്ട് സാമ്പിൾ വാല്യൂസിന്റെ കേസിലും പറയാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് n സാമ്പിൾസിനും പറയാം. എപ്പോഴും n ഈക്വൽ ടു 2 ആണ് എക്സാമിനൊക്കെ ചോദിക്കുക, ബിക്കോസ് അതിനാണ് എല്ലാത്തിനും ഒരു ക്ലോസ്ഡ് ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ n ഈക്വൽ ടു 2 നമുക്ക് എങ്ങനെ പറയാം? ഹിയർ വി ടേക്ക്, ഇവിടെ നമ്മൾ ടേക്ക് y1 ആൻഡ് y2, രണ്ട് വാല്യൂകൾ എടുത്തിട്ടുണ്ട്, y1 ആൻഡ് y2. These are denotes the population units U1 and U2 drawn at the first and second drawns respectively. അപ്പോ ഫസ്റ്റ് ഡ്രോയിലും സെക്കൻഡ് ഡ്രോയിലും എടുക്കുന്ന U1 U2 എന്ന് പറയുന്ന പോപ്പുലേഷൻ യൂണിറ്റുകളെ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ് y1 ഉം y2. ഓക്കെ, ഇനി അതിന്റെ ഇനീഷ്യൽ പ്രോബബിലിറ്റീസ് ആണ് P1 ഉം P2. P1 and P2 are the initial probability of selection of U1 and U2. Okay, U1-ന്റെയും U2-ന്റെയും ഇനീഷ്യൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ആണ് P1 ആൻഡ് P2. ഇനി we define, ഇപ്പൊ നമ്മൾ n equal to 2 ന്റെ കേസ് ആണ് പറയുന്നത്, we define
Z1 is equal to Y1 by N P1 and Z2 is equal to 1 by capital N Y1 plus Y2 into 1 minus P1 by P2. ഇങ്ങനെ രണ്ട് വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. Okay, then the Desraj estimator is that YD is equal to this Z1 plus Z2 by 2. This Z1 plus Z2 by 2. This is the Desraj estimator of selection of sample size 2 only. Okay. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? Y1 Y2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ U1ന്റെയും U2ന്റെയും വാല്യൂസ് ആയിട്ട് എടുത്തു. U1ഉം U2 നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോസിലാണ് റെസ്പെക്റ്റീവ്ലി സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ഇനീഷ്യൽ പ്രോബബിലിറ്റീസ് P1 and P2 ആണ്. Then we defining two variables and the Desraj estimator is Z1 plus Z2 by 2. ഇതാണ് Desraj estimator എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ വേണം? അൺബയാസ്നെസ്സും വേരിയൻസും ഒക്കെ വേണം, ആസ് യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ YD ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് നമ്മുടെ പോപ്പുലേഷൻ മീൻ ആയിരിക്കും. ദിസ് YD ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആയിരിക്കും. അപ്പൊ അൺബയാസ്നെസ്സിന് പ്രശ്നമൊന്നും വന്നില്ല, ബിക്കോസ് നമ്മൾ പുതിയ വേരിയേറ്ററുകൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് എസ്റ്റിമേറ്ററിനെ കൺസ്ട്രക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ വേരിയൻസ് വേണം. വേരിയൻസ് ഓഫ് ദിസ് YD ഈസ് ഈക്വൽ ടു 1 minus 1 by 2 summation I equal to 1 to n pi square into 1 by 2n square summation I equal to 1 to n pi into yi by pi minus y bar the whole square minus 1 by 4n square summation I equal to 1 to n pi square into yi by pi minus y bar the whole square. അപ്പോൾ 1 minus 1 by 2 summation I equal to 1 to n pi the whole square. അത് ഇത്രയും ഒരു ടേം. Then അടുത്തൊരു ടേം 1 by 2 n square summation I equal to 1 to n pi into yi by pi minus y bar the whole square. Then next term minus 1 by 4 n square into summation I equal to 1 to n pi square into yi by pi minus y bar the whole square. This is the variance of Desraj estimator. Desraj estimator ന്റെ variance ആണ് ഇത്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയുമാണ് Desraj estimator. Case of 2 draws, only രണ്ട് ഡ്രോസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഇത് നമ്മൾ n കേസിലായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ y1 y2 പകരം y1 y2 എക്സെട്ര yn വരെ എടുക്കേണ്ടി വരും, അതായത് u1 u2 എക്സെട്ര un. അപ്പൊ z1കളും z1 z2 z3 എക്സെട്ര അപ് ടു zn വരെ എടുക്കേണ്ടി വരും. അപ്പോ yd എന്ന് പറയുന്നത് z1 plus z2 plus എക്സെട്ര plus zn by 2 വരും, n വരും. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പൊ അത് തൽക്കാലം ഒരു പഠിച്ചു വെക്കേണ്ട. ഓക്കെ ഓക്കെ ഇനി അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ്. Unordered estimators. Unordered estimators. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ there is no any order considered for the sample and there is a procedure for that. അപ്പൊ ഇവിടെ നമ്മൾ ഓർഡർ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഓർഡർ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. കറസ്പോണ്ടിങ് ടു എനി ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ്, ഓരോ ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സിനും കറസ്പോണ്ടിങ് ടു
any ordered estimators, there exists an unordered estimator. There exists an unordered estimator that does not depend on the order to which the units are drawn. ഇതാണ് അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കറസ്പോണ്ടിങ് ടു എനി ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ്, ഏതൊരു ഓർഡേർഡ് എസ്റ്റിമേറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. That does not depend on the order to which the units are drawn. അത് ഒരിക്കലും ഡ്രോണിന്റെ നമ്മൾ ഇടുന്ന ഡ്രോസിന്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദീസ് ആർ കോൾഡ് അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, ഇനി ഈ അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് പ്രപ്പോസ് ചെയ്തത് 1957 മൂർത്തിയാണ് 1957 ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇവിടെ സോ 1957 മൂർത്തിയാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അപ്പോ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് ഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. വേരിയൻസ് ഓഫ് unordered estimators less than variance of ordered estimators. Okay. അപ്പോ ആദ്യമായിട്ട് ഒരു അൺഓർഡേർഡ് എസ്റ്റിമേറ്റർ പ്രപ്പോസ് ചെയ്തത് മൂർത്തിയാണ് 1957. അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ വേരിയൻസ് ആണ് ഏറ്റവും കുറവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോർ എഫിഷ്യന്റും അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ഇനി ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എടുത്തു നോക്കാം. ക്യാപിറ്റൽ എൻ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ഒരു സ്മോൾ എൻ യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു, സ്മോൾ എൻ സൈസിൽ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. അവിടെ എത്ര അൺഓർഡേർഡ് സാമ്പിൾസ് ഉണ്ടായിരിക്കും? അൺഓർഡേർഡ് സാമ്പിൾസ് എത്ര ഉണ്ടായിരിക്കും? NCN അൺഓർഡേർഡ് സാമ്പിൾസ് ഓഫ് സൈസസ് ഉണ്ടായിരിക്കും. സൈസസ് n ഉണ്ടായിരിക്കും. n സൈസ് ഉള്ള NCN സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഓർഡേർഡ് ആണെങ്കിലോ n ഫാക്ടോറിയൽ സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. മൂർത്തിയാണ് പ്രപ്പോസ് ചെയ്തത്, പിന്നെ വേരിയൻസിന്റെ കാര്യം, പിന്നെ വിതൗട്ട് റീപ്ലേസ്മെന്റിൽ ഇങ്ങനെയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രോബബിലിറ്റി ഓഫ് അൺഓർഡേർഡ് സാമ്പിൾ is equal to sum of probability of ordered samples.
sum of probability of ordered samples. Okay. അപ്പോൾ അൺഓർഡേർഡ് സാമ്പിൾസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓർഡേർഡ് സാമ്പിൾസിന്റെ പ്രോബബിലിറ്റിയുടെ സം ആയിരിക്കും. അതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ ആണ്, ദാറ്റ് ഇസ് ഹോർവിറ്റ്സ് തോംസൺ എസ്റ്റിമേറ്റർ. ഹോർവിറ്റ്സ് തോംസൺ എസ്റ്റിമേറ്റർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഒബ്വിയസ്ലി ഇതൊരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്, അൺബാസ്ഡ് എസ്റ്റിമേറ്റർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഹോർവിറ്റ്സ് തോംസൺ എസ്റ്റിമേറ്റർ ഇന്ന് നോർമലി ചോദിച്ച് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ്റ്റിമേറ്റർ എന്താണെന്ന് പഠിച്ചു വെക്കുക, അൺബാസ്ഡ് ആണോ എന്ന് പഠിച്ചു വെക്കുക, ആൻഡ് ഒബ്വിയസ്ലി അതിന്റെ വേരിയൻസ് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഹോർവിറ്റ്സ് തോംസൺ എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ HT എസ്റ്റിമേറ്റർ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിയർ വി ആർ ഡിഫൈനിങ് an alpha I such that 1 if yi is selected or included in the sample of size n. In the sample of size n and 0 otherwise. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ പോലെ, ദാറ്റ് ഈസ് 1 എന്നുള്ള വാല്യൂ ആൽഫയ്ക്ക് എടുക്കാം എപ്പോ നമ്മൾ yi ആ സെലക്ട് ചെയ്ത yi നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അതർവൈസ് 0 കൊടുക്കാം. And also let define the variable Zi is equal to n yi by capital N into expectation of alpha I, and that is equal to small n yi by capital N pi I. Capital N pi I. ആ pi I എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി ആണ്. ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി ആണ്. ഓക്കെ. ആൻഡ് ഓൾസോ ഇതിന് വേറൊരു രീതിക്ക് എങ്ങനെ എഴുതാം? Zi is equal to summation I equal to 1 to n yi by n pi I. ഓക്കെ. ഇങ്ങനെ പല രീതിക്ക് ഇതിനെ നമുക്ക് റിറൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ദിസ് ഇസ് ദ വേരിയേറ്റ് അസോസിയേറ്റഡ് ടു ദ അൺഓർഡേർഡ് സാമ്പിൾ. സോ ദ ഹോർവിറ്റ്സ് തോംസൺ എസ്റ്റിമേറ്റർ ഇസ് YHT അല്ലെങ്കിൽ y cap HT is equal to എസ്റ്റിമേറ്റർ ആയതുകൊണ്ടാണ് ക്യാപ്പ് കൊടുത്തത് വെറുതെ 1 by n summation I equal to 1 to n Zi, or this is equal to 1 by small n summation I equal to 1 to capital N alpha I Zi. This is the Hurwitz-Thompson estimator. 1 by small n summation I equal to 1 to n alpha I Zi. And here also it is the unbiased estimator of capital Y bar. This capital Y bar is unbiased estimator. That implies expectation of Y cap HT എന്ന് പറയുന്നത് നമ്മുടെ Y bar തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് Hurwitz-Thompson estimator and is unbiased. ഇനി ഇതിന്റെ വേരിയൻസ് വേണം. Variance of Y cap HT is equal to 1 by capital N square summation I equal to 1 to n 1 minus pi I by pi I yi square plus summation over I summation over j. Here I not equal to j equal to 1 to n. I not equal to j equal to 1 to n. Both are capital N. Pi ij minus pi I pi j by pi I into pi j yi yj. This is the variance of Hurwitz-Thompson estimator. 1 by capital N square summation I equal to 1 to capital N 1 minus pi I by pi j pi I yi square plus രണ്ടാമത്തെ ടേമിലാണ് ജെയും ഐയും മിക്സ് ചെയ്ത് വരുന്നത്. summation over I summation over j both are not equal to j and 1 to n pi I j minus pi I pi j by pi I into pi j yij. ഇതാണ് ഇതിന്റെ വേരിയൻസ്. ഓക്കെ. ഇനി ഈ വേരിയൻസിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാം? ഈ വേരിയൻസിന്റെ ഒരു കുഴപ്പം
if all the units are homogeneous. ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ യൂണിറ്റുകളും ഹോമോജീനസ് ആണെങ്കിൽ ഒബ്വിയസ്ലി വേരിയൻസ് 0 ആകണം അല്ലെ? അപ്പൊ അവിടെ വേരിയബിലിറ്റി ഇല്ലല്ലോ. പക്ഷെ ഇവിടെ does not reduced to 0 if all the units yi by pi i's are same. എല്ലാ യൂണിറ്റുകളും സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഇവിടെ വേരിയൻസ് 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നില്ല. അത് എന്താണ്? ഒരു ഡ്രോബാക്ക് ആണ് നമ്മുടെ ഹെർവിറ്റ്-തോംസൺ എസ്റ്റിമേറ്ററിന്റെ വൺ ഓഫ് ദി ഡ്രോബാക്ക് ആണ്. ഇനി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ്സ് ആൻഡ് ഗ്രണ്ടി ഒരു മോഡിഫൈഡ് വേരിയൻസ് പ്രപ്പോസ് ചെയ്തു ഫോർ ദ സെയിം എസ്റ്റിമേറ്റർ. എസ്റ്റിമേറ്ററിന് മാറ്റമൊന്നുമില്ല, പക്ഷെ ഒരു മോഡിഫൈഡ് വേരിയൻസ് പ്രപ്പോസ് ചെയ്തു. അതും കൂടി ഒന്ന് അറിഞ്ഞു വെക്കാം. ദാറ്റ് ഇസ് വേരിയൻസ് ഓഫ് y cap ht modified by eights and Grundy is equal to 1 by 2n square summation over I not equal to j equal to 1 to n pi I pi j minus pi ij yi by pi I minus yj by pi j the whole square. This is the modified variance for the eights Grundy proposed by eights and Grundy. ഇവിടെ വേരിയൻസ് 0യിലേക്ക് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് അൺഓർഡേർഡ് എസ്റ്റിമേറ്റേഴ്സിൽ. ഇതിൽ പൈ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി, അതായത് ഒരു യൂണിറ്റിനെ ഫസ്റ്റ് ടൈം ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. പൈ ഐ ജെ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി ആണ്. സെക്കൻഡ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തില് PPA സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി ഈ ഹെർവിറ്റ്-തോംസൺ എസ്റ്റിമേറ്ററിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ഹെർവിറ്റ്-തോംസൺ എസ്റ്റിമേറ്റർ ഇസ് the blue of the population mean. Blue of the population mean. ഈ ഹെർവിറ്റ്-തോംസൺ എസ്റ്റിമേറ്റർ ഒരു ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ കൂടെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഓർത്ത് വയ്ക്കാം PPS വിതൗട്ട് റീപ്ലേസ്മെന്റിൽ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആണ് Medsana system of sampling. Medsana system of sampling. Medsana system of sampling. 1952-ലാണ് 1952-ലാണ് മെഡ്സന ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സ്കീം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദ സിസ്റ്റം ഓഫ് സെലക്ഷൻ ഓഫ് പ്രോബബിലിറ്റീസ്, ദ യൂണിറ്റ് ഇൻ ദ ഫസ്റ്റ് ഡ്രോ is selected with unequal probabilities. അതായത് PPS സാമ്പിളിംഗിൽ തന്നെ അൺഈക്വൽ പ്രോബബിലിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ഡ്രോ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് ഓൾ ദ യൂണിറ്റ്സ് are selected with simple random sampling without replacement for the subsequent rows. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിനെ നമ്മൾ അൺഈക്വൽ പ്രോബബിലിറ്റിയിൽ സെലക്ട് ചെയ്യും. ആൻഡ് റിമൈനിങ് ഓൾ ദ യൂണിറ്റ്സ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിൽ സെലക്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റീസ് ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് പൈ ഐ ഇസ് ഈക്വൽ ടു പി ഐ ഇൻറ്റു n മൈനസ് n ബൈ n മൈനസ് 1 പ്ലസ് n മൈനസ് 1 ബൈ n മൈനസ് 1. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഇൻക്ലൂഷൻ പ്രോബബിലിറ്റി.
second order inclusion probability n minus 1 by n minus 1 into n minus n by n minus 2 pi plus pj plus n minus 2 by n minus 2. These are the first order and second order inclusion probabilities of Medsana system of sampling. വേറൊന്നും ഇതിനകത്ത് അങ്ങനെ പഠിക്കാനില്ല, വേരിയൻസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. സോ ദിസ് ഇസ് എ Medsana system of sampling. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രയുമാണ് നമ്മുടെ PPS വിതൗട്ട് റീപ്ലേസ്മെന്റിൽ പറയാനുള്ളത്. ഇനി അല്ലാതെ കുറച്ച് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് സാമ്പിളിംഗ് പ്രൊസീജിയർ നമ്മുടെ സിലബസിലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Okay, so wait for the next video and thank you for watching.